നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഒരു ഭാരമുണ്ട്. കടങ്ങള്, വായ്പകള് തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. പലരും ഇത് പുറത്തു പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇതിനെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിലെ മനസമാധാനം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖദുരിതങ്ങൾ മാത്രം നേരിടേണ്ടി വരുന്ന അവസ്ഥ, മനസമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെയായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. ദൈവമേ, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് കേട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ദൈവിക പരിഹാരം വിശ്വാസത്തോടെ, ക്ഷമയോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടത്തിന്റെ ഭാരം പതുക്കെ ഇറങ്ങാൻ തുടങ്ങും. പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങും. ഇതൊരു മാജിക് ഒന്നുമല്ല, ഇത് വിശ്വാസത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ പറയുന്ന ഈ പരിഹാര മാർഗം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കടം ഒരു ശാപമാണോ? പലരും ചോദിക്കാറുണ്ട്, കടം വന്നത് എൻ്റെ പാപം കൊണ്ടാണോ? നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, കടം പാപമല്ല. പക്ഷേ അത് നിങ്ങളുടെ മനസ്സിനെ തകർക്കും, മനസമാധാനം ഇല്ലാതാക്കും. അത് പറയാതിരിക്കാൻ കഴിയില്ല. കടം വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് സമാധാനമായിരിക്കും, ഒപ്പം ഉറക്കവും വിശ്വാസവും ഇല്ലാതാകും. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളെ കടത്തിൽ മുങ്ങി നശിക്കാൻ വിട്ടിട്ടില്ല. ദൈവം പറയുന്നത് ഇതാണ്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യം. എപ്പോഴായാലും, നമ്മുടെ ഏതവസ്ഥയിലായാലും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൈവിടും, നമ്മുടെ വീട്ടുകാർ നമ്മളെ കൈവിടും, നമ്മുടെ കൂടെയുള്ളവർ പോലും നമ്മളെ കൈവിടും. പക്ഷേ ദൈവം നമ്മളെ കൈവിടില്ല. കടങ്ങൾ മാറാനായിട്ട്, അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ട മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് മാറ്റണം. കടം മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സായിരിക്കണം നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഒന്നാമതായിട്ട് ഭയത്തോടെ പ്രാർത്ഥിക്കരുത്. ഇത് മാറില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ശക്തിയാകും. രണ്ടാമതായിട്ട് പരാതിയോടെയല്ല, ആശയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മളത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് അത് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നത് എങ്കിൽ അത് പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ പറയുക, അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവമേ, എനിക്ക് ഇല്ല എന്ന് പറയുന്നതിന് മുൻപ് നീ എനിക്ക് വഴി കാണിക്കൂ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എനിക്ക് അതില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളതിന് മുന്നേ ആ ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ എനിക്ക് അതിനായിട്ടുള്ള വഴി കാണിച്ചു തരൂ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതാണ് ഏറ്റവും ആദ്യ പരിഹാരം എന്ന് പറയുന്നത്. ഇനി കടങ്ങൾ മാറാനായിട്ട് ചെയ്യേണ്ട ദൈവിക പരിഹാരത്തെക്കുറിച്ച് പറയാം. ഓരോ ദിവസവും നിങ്ങൾ രാവിലെ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ആദ്യം തന്നെ പറയുന്നത്. ദൈവമേ, എൻ്റെ കൈകളിൽ ഇല്ലാത്തത് നിന്റെ കൈകളിലുണ്ട്. എൻ്റെ കടങ്ങൾ നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് വഴി കാണിച്ചു തരണമേ. ഈ ഒരു പ്രാർത്ഥന 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നോ ഇന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നോ ഒന്നും തന്നെയില്ല. ഈ ഒരു കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ തന്നെ, ദിവസവും രാവിലെ 21 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. ഇനി അതുപോലെ തന്നെ കടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെ മറ്റുള്ളവരെ അസൂയപ്പെടരുത്. അതായത് നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ കടങ്ങൾ, ഒരു മനസമാധാനമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മറ്റൊരാളുടെ അവസ്ഥ കാണുന്ന സമയത്ത് അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്, എനിക്കത് ദൈവം തന്നില്ലല്ലോ. ഒരിക്കലും അങ്ങനെ നമ്മൾ അസൂയപ്പെടാനായിട്ട് പാടില്ല. നിരാശയുളവാക്കുന്ന വാക്കുകൾ പറയരുത്. പലപ്പോഴും പറയാറുണ്ട്, അല്ലെ, എന്തൊരു ജീവിതമാണിത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകണമെന്നേ എനിക്കില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. ഓർമ്മിക്കേണ്ട കാര്യം, വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ്.
നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികളായിട്ട് വരുന്നത്. അത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടുള്ള ആളുകൾ പറയാറുണ്ടല്ലേ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പറയും, നാവിൽ ഗുളികനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവും എന്നുള്ളത്. പലരും കേട്ടിട്ടുണ്ടാവും ആ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ നാവ് ചിലപ്പോഴെങ്കിലും നമുക്ക് തന്നെ അപകടം ക്ഷണിച്ചു വരുത്താറുണ്ട്. ആ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇനി അടുത്തതായിട്ടുള്ള വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രത്യേക പരിഹാരത്തെക്കുറിച്ച് പറയാം. ഒരു ചെറിയ ദീപം തെളിയിക്കുക ദൈവത്തിൻ്റെ പേരിൽ. അതിൻ്റെ മുന്നിൽ എൻ്റെ വരുമാന വഴികൾ തുറക്കണമേ എന്ന് മാത്രം പറയുക. ഇത് വെള്ളിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സാധിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം തന്നെ ചെയ്യുക. വെള്ളിയാഴ്ച സാധിക്കുന്നില്ല എങ്കിൽ വ്യാഴാഴ്ച ദിവസം ചെയ്യുക. വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം പൂർണ്ണ ശുദ്ധിയോടുകൂടിയുള്ള ഹൃദയത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വരുമാന വഴികൾ തുറക്കണമേ, എൻ്റെ ജീവിതത്തിൽ അതിനുള്ള ഒരു പ്രാപ്തി എനിക്ക് നൽകണമേ എന്നുള്ളത് പ്രാർത്ഥിക്കുക. ഇനി അതുപോലെ തന്നെ കടം മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ദാനമാണ്. എല്ലാവർക്കും വലിയ രീതിയിൽ ദാനം ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് എത്ര ചെറുതാണെങ്കിലും സാരമില്ല, ഒരു ചെറിയ ദാനം ചെയ്യുക. ഒരു ദിവസം ഒരു വിശക്കുന്നവന് ഒരല്പം ഭക്ഷണം കൊടുത്താൽ മതി. ദാനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പുതിയ വഴി തുറക്കുന്നതിന് സമമാണ്. പുതിയ വഴി തുറക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് കടം മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന 5 സൂചനകൾ പറയാം. മനസ്സിൻ്റെ ഭാരം കുറയാൻ തുടങ്ങും. അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം തേടി വരും. പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. ചെറിയ വരുമാനം തുടങ്ങും. ഇത് മാറും എന്ന വിശ്വാസം വരും. ഈ 5ാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ വരാൻ തുടങ്ങും. പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലാതാവുന്ന സമയത്താണ് നമ്മുടെ കടമായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും കൂടുതൽ വഷളാകുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയും ദൈവം നൽകുന്ന സൂചനകൾ തന്നെയാണ്. ജീവിതം നമ്മൾ എപ്പോഴും അടുക്കും ചിട്ടയും ഉള്ളതാക്കി മാറ്റണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ധനം വന്നാൽ മാത്രം പോരാ, അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കണം. നമ്മുടെ കടബാധ്യതകൾ തീർക്കാനായിട്ട് സാധിക്കണം. ചില ആളുകൾ എപ്പോഴും പറയുന്ന പരാതിയാണ്, എത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒന്നിനും തികയുന്നില്ല. ഇതൊക്കെയും അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിതത്തിന്റെ ലക്ഷണമാണ് അല്ലെ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നടന്നു പോവുക. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഭഗവാന്റെ ഭാഗത്തു നിന്നും അതിനുള്ള കരുത്തും ശക്തിയും നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ജീവിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. നമുക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റുപോലും നാളെ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലുള്ള ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കടബാധ്യതയാണെങ്കിൽ അവർക്ക് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിലില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത് അല്ലെ. നമ്മൾ അനുഭവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. എന്നാൽ അതൊന്നും മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.